ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇന്റർനാഷണൽ എനർജി ഏജൻസി, CDP സുരക്ഷ, വോൾക്കാനിക് വോർട്ടെക്സ് റിംഗ്, പസഫിക് ഐലൻഡ് ഫോറം, പ്രോബ്ലം വിത്ത് കോൾ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് മ്യാവട്ടി. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയെ കുറിച്ചാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറയുന്നത് വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ കുറേ ഡെവലപ്ഡ് രാജ്യങ്ങളുടെയൊക്കെ ഒരു സംഘടനയായിട്ടുള്ള ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ OECD കീഴിൽ വരുന്ന ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1970കളിലാണ്. അതായത് 1973 ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന യോം കിപ്പൂർ വാർ എന്ന് പറയുന്നൊരു യുദ്ധമുണ്ട്, അല്ലെങ്കിൽ ഒക്ടോബർ വാർ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ഇസ്രായേലിന് അമേരിക്കയുടെയും വെസ്റ്റേൺ പവേഴ്സിന്റെയും ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സഹായം കിട്ടുന്നുണ്ട്. ആ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ആ യുദ്ധത്തിൽ വിജയിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അന്നത്തെ ഈ ഇസ്രായേലിന്റെ യുദ്ധത്തിനെ സഹായിച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ജപ്പാനൊക്കെ പോലുള്ള ചില രാജ്യങ്ങളിലേക്കുള്ള ഓയിൽ എക്സ്പോർട്ട് അറബ് രാജ്യങ്ങൾ ചേർന്ന് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊരു ഓയിൽ എംബാഗോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓയിൽ എംബാഗോയുടെ ഭാഗമായിട്ട് വെസ്റ്റേൺ യൂറോപ്പിൽ അല്ലെങ്കിൽ ലോകത്തിലുടനീളം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടാതെ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അതിന്റെ വൾണറബിലിറ്റീസ് ശരിക്കും പുറത്തു കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു 73-74 ടൈമിലുണ്ടായിരുന്ന ഓയിൽ ക്രൈസിസ് അല്ലെങ്കിൽ ഓയിൽ ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസ് ആണ്. നിലവിൽ ഇതിനകത്ത് 31 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യ ഇതിനകത്ത് ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസിയിൽ ഇന്ത്യ ഒരു ഫുൾ ടൈം മെമ്പർ അല്ല, പക്ഷേ ഇതിന്റെ ഒരു അസോസിയേറ്റഡ് മെമ്പർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് മെമ്പർ ആവണമെങ്കിൽ ആ രാജ്യം നിർബന്ധമായിട്ടും OECD അംഗരാജ്യമായിരിക്കണം എന്നുണ്ട്. ഇന്ത്യ OECDയിലെയും മെമ്പർ അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്റർനാഷണൽ എനർജി ഏജൻസി പബ്ലിഷ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് വേൾഡ് എനർജി ഔട്ട്ലുക്ക് ആണ്, 2 വേൾഡ് എനർജി ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ടാണ്, 3 ഇന്ത്യ എനർജി ഔട്ട്ലുക്ക് റിപ്പോർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് CDP സുരക്ഷ എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ചാണ്. CDP സുരക്ഷ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം, സിസ്റ്റം ഫോർ യൂണിഫൈഡ് റിസോഴ്സ് അലോക്കേഷൻ, നോളേജ്, സെക്യൂർ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അതായത് ഈ ഫാമേഴ്സിന് ഉള്ള സബ്സിഡീസ് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസ്ബേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റുപ്പി വൗച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള റുപ്പി വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ഡിസ്ബേഴ്സ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പത്തെ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാർമേഴ്സ് ബേസിക്കലി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അവരുടെ സ്വന്തമായിട്ടുള്ള പണം കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം ഈ സബ്സിഡി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫാമേഴ്സിന് അപ്ഫ്രണ്ട് ആയിട്ട്, അതായത് തുടക്കത്തിൽ തന്നെ ഈ സബ്സിഡി ഇവർക്ക് നേരിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫാമിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാന്റിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ഫ്രണ്ട് ആയിട്ട് ഇവർക്ക് ഈ പണം കിട്ടുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഓക്കെ, അതാണ് ബേസിക്കലി CDP സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വോൾക്കാനിക് വോർട്ടെക്സ് റിംഗ് ആണ്. ഈ വോൾക്കാനിക് വോർട്ടെക്സ് റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം യൂറോപ്പിലെ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. ഈ മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് വോൾക്കാനോ ആണ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിംഗ് ഓഫ് സ്മോക്സ് ഈ എയറിലേക്ക് വിടുന്നതിന്റെ കുറെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിടുന്നതായിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാര്യമൊക്കെ കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സാധാരണഗതിയിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. ഇതിനെ വോൾക്കാനിക് വോർട്ടെക്സ് റിംഗ്സ് എന്നാണ് പറയുക. ഇത് വളരെ റൗണ്ട് ഷേപ്പിലുള്ള സർക്കുലർ ഫോമിലുള്ള സ്മോക്ക്, റിംഗ് ഓഫ് സ്മോക്ക് ഇത് എയറിലേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾക്കാനിക് ക്രേറ്ററിന് അകത്ത് നിന്ന്, അതായത് വാട്ടർ വേപ്പർ, പ്രധാനമായിട്ടും വാട്ടർ വേപ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്യാസ് വളരെ റാപ്പിഡ് ആയിട്ട് ഈ വെന്റിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വോൾക്കാനിക് വോർട്ടെക്സ് റിംഗ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൗണ്ട് എറ്റ്നയുടെ കേസിലുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് മൗണ്ട് എറ്റ്നയുടെ ക്രേറ്റർ എന്ന് പറയുന്നത് നിയർലി പെർഫെക്റ്റ്ലി സർക്കുലർ ഷേപ്പിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ പറയുന്ന മൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകയും ഈ പറയുന്ന വോൾക്കാനിക് വോർട്ടെക്സ് റിങ്സും വളരെ സർക്കുലർ ആയിട്ടുള്ള, വളരെ പെർഫെക്റ്റ്ലി സർക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി മൗണ്ട് എറ്റ്നയെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ജസ്റ്റ് സിംപ്ലി എറ്റ്ന എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഇതൊരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇറ്റലിയിലെ സിസിലിയുടെ ഈസ്റ്റേൺ കോസ്റ്റിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിസിലി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയിലെ ലാർജസ്റ്റ് ഐലൻഡ് ആണ്. അപ്പോൾ അവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിലെ ലാർജസ്റ്റ് വോൾക്കാനോ കൂടിയാണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പസഫിക് ഐലൻഡ് ഫോറത്തെ കുറിച്ചാണ്. സോ പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത് പസഫിക് ഓഷനിലുള്ള അല്ലെങ്കിൽ ഓഷ്യാനിയിലുള്ള പ്രധാനമായിട്ടും ഐലൻഡ് നേഷൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത്. നിലവിൽ ഇതിനകത്ത് 18 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. സോ ഇത് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള ഐലൻഡ് നേഷൻസിന്റെ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കി. ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിലെ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ട്രേഡ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക, റീജിയണൽ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യലൊക്കെ ഇതിന്റെ ഇന്റൻഡഡ് അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയുമായിട്ട് ഈ പസഫിക് ഐലൻഡ് ഫോറത്തിന് ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അതാണ് ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടിനാഷണൽ ഗ്രൂപ്പിംഗ് ആണ്. അതായത് ഇന്ത്യയും 14 പസഫിക് ഐലൻഡ് കോർപ്പറേഷൻ 14 പസഫിക് ഐലൻഡ് കൺട്രീസും തമ്മിലുള്ള കോർപ്പറേഷൻ ആണ് ബേസിക്കലി ഈ ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോർപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള 14 രാജ്യങ്ങൾ എന്ന് പറയുന്നത് കുക്ക് ഐലൻഡ്, ഫിജി, കിരിബാട്ടി, മാർഷൽ ഐലൻഡ്, മൈക്രോനേഷ്യ, നൗറു, അതുപോലെ തന്നെ നിയു, പലാവു, പപ്പുവ ന്യൂഗിനിയ, സമോവ, സോളമൻ ഐലൻഡ്സ്, ടോങ്ക, ടുവാലു, അതുപോലെ തന്നെ വനവാട്ടു എന്നുള്ള രാജ്യങ്ങളാണ് ഇതിനകത്ത് ഇന്ത്യ കൂടാതെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഒരു മെയിൻ ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണ് പ്രോബ്ലം വിത്ത് കോൾ എന്നാണ് ഈ ടോപ്പിക്. ബേസിക്കലി നമ്മുടെ തെർമൽ പവർ പ്ലാന്റുകൾ അല്ലെങ്കിൽ കോൾ യൂസ് ചെയ്യുന്ന തെർമൽ പവർ പ്ലാന്റുകളാണ് ലോകത്തിലെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെയും അതുപോലെ തന്നെ എമിഷന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളിനെ വലിയ രീതിയിൽ രാജ്യങ്ങൾ അവരുടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഗ്ലോബൽ സൗത്തിലുള്ള ഇന്ത്യയും ചൈനയൊക്കെ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾ വലിയ രീതിയിൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവരുടെ എനർജി റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കോൾ ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പറയുന്ന കോളിന്റെ മുകളിൽ ഇത്രയധികം ഡിപ്പെൻഡൻസി വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, ഇതിനെ മറികടക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ അല്ലെങ്കിൽ കോൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ എമിഷന് കാരണമാകുന്നുണ്ട്. ആ എമിഷനാണ് ഇപ്പോൾ ഈ കോൾ ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എമിറ്റേഴ്സിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ ഈ എമിഷൻ കാരണം ഗ്ലോബൽ വാർമിംഗ് കൂടും. അത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതൊരു വലിയ രീതിയിലൊരു എക്കണോമിക് ഡിലേമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് മാറണം എന്ന് പറയുന്ന സമയത്തും ഇപ്പോൾ ഇന്ത്യയും ചൈനയൊക്കെ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ എനർജി റിക്വയർമെന്റ്സ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ നിർത്തിയിട്ട് പുതുതായിട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അത് അത്ര ഈസി ആയിരിക്കില്ല. കാരണം നമ്മൾ ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റ് നിർത്തുന്ന സമയത്ത് നിലവിലുള്ള നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയും. അപ്പോൾ നമ്മൾ പുതുതായിട്ടുള്ള റിന്യൂവബിൾ എനർജി സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾ സ്ഥാപിക്കുന്ന സമയത്ത് ഈ നിർത്തലാക്കുന്ന കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. അത് കൂടാതെ നമ്മുടെ ഗ്രോവിംഗ് ഡിമാൻഡ്, അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടി കിട്ടുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കേസാണ്, എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്. കാരണം നമ്മൾ ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കോൾ ബേസ്ഡ് പവർ പ്ലാന്റ് നിർമ്മിക്കുന്ന അത്രയും എമൗണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനെക്കാട്ടിലും കോസ്റ്റ്ലി ആണ് ഈ പറയുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസിലൂടെയുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു എക്കണോമിക് ഡിലേമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആൻഡ് എംപ്ലോയ്മെന്റ് കൺസേൺസ് ഉണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഈ കോൾ സെക്ടർ എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു എൻവയോൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞുകൊണ്ട് ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ ആക്സലറേറ്റഡ് പേസിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം വരുന്ന മില്യൺസ് ഓഫ് ആളുകൾക്ക് നമ്മൾ പുതുതായിട്ട് എവിടെ ജോലി കൊടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനകത്ത് തന്നെ ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളുടെ കേസിൽ ഈ കോൾ പ്രൊഡക്ഷൻ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണ്, ഈ മൈൻസിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ പുതുതായിട്ട് വരുന്ന ഈ റിന്യൂവബിൾ എനർജി സെക്ടറിനകത്ത് ഇവർക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അവിടെ കൂടുതലായിട്ട് ആവശ്യമുള്ളത് സ്കിൽഡ് എംപ്ലോയീസിനെയാണ്.
സോ ഈ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇപ്പോൾ ജാർഖണ്ഡ്, ബീഹാർ ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ഒരു പുതിയ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന സെക്ടേഴ്സിലേക്ക് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല. അപ്പോൾ ഇതുണ്ടാക്കുന്ന സോഷ്യൽ ആൻഡ് എംപ്ലോയ്മെന്റ് കൺസേൺസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കോൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും അത്ര ഈസി ആയിട്ട് കുറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ലോക്കലായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രഷർ ഗവൺമെന്റിന്റെ മുകളിൽ ഇത് കുറക്കാതിരിക്കാൻ വേണ്ടി വരും. മറ്റൊന്ന്, ഇതുണ്ടാക്കുന്ന പബ്ലിക് ഹെൽത്ത് റിസ്ക് ആണ്. കാരണം ഈ എമിഷൻ കാരണം ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിനകത്തുള്ള പെർട്ടിക്കുലർ മാറ്ററിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് കോളാണ്. ഇപ്പോൾ ആസിഡ് റെയിൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്ന ഒന്ന് ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ പുറന്തള്ളുന്ന സൾഫറൊക്കെയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഹെൽത്ത് ഹസാർഡ്സ്, ഹെൽത്ത് റിസ്ക്കും വളരെ പ്രശ്നമാണ്. അപ്പോൾ ഈ പറയുന്ന കോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡബിൾ എഡ്ജഡ് സോഡാണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ട് രീതിക്കും വർക്ക് ചെയ്യാം. ഇത് നമ്മൾ കൂടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താലും പ്രശ്നമാണ്. ഇത് പക്ഷേ അതേസമയം പെട്ടെന്ന് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനുള്ള പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ആയിട്ട് പറയുന്നത് ഒന്ന് കാർബൺ ക്യാപ്ചർ ടെക്നോളജിയാണ്. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർബൺ സിങ്കുകൾ പോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള കാർബൺ ക്യാപ്ചർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ഡിപ്ലോയ്മെന്റ് അത് ആക്സലറേറ്റ് ചെയ്യുക, അത് കുറച്ചും കൂടി സ്പീഡിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് എനർജി എഫിഷ്യൻസി മെഷേഴ്സ്, അതായത് നമ്മുടെ ഈ ഇൻക്രീസിങ് ഡിമാൻഡ് ഓഫ് എനർജി ഒരു പരിധി വരെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എനർജി യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി റിഫോംസ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ള പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് മ്യാവാദി എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഈ മ്യാവാദി എന്ന് പറയുന്നത് മ്യാൻമാറിന്റെയും തായ്ലൻഡിന്റെയും അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. മ്യാൻമാറിനകത്തുള്ള ഒരു കായിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അത് തായ്ലൻഡിന്റെ അടുത്ത് കിടക്കുന്നതാണ്. അവിടെ ഉള്ള ഒരു ടൗൺ ആണ് ഈ പറയുന്ന മ്യാവഡി എന്ന് പറയുന്നത്. സോ ഈ മ്യാവഡിയുടെ ഒരു പ്രത്യേകത, മ്യാൻമാറിൽ അവിടുത്തെ മിലിറ്ററി ടേക്ക് ഓവർ വന്നതിന് ശേഷം, അതായത് അവിടെ സൈനിക അട്ടിമറിയിലൂടെ സൈന്യം അധികാരത്തിൽ കയറിയതിനു ശേഷം മ്യാൻമാറിലുള്ള ഡിഫറെന്റ് റിബൽ ഗ്രൂപ്പുകൾ ഈ മ്യാൻമാറിലെ മിലിറ്ററി ലീഡർഷിപ്പിനെതിരായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി റൂളേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മ്യാൻമാറിന്റെ പല മേഖലകളിലും, അതായത് അവിടുത്തെ അർബൻ ഏരിയാസ് അല്ലാതെ കിടക്കുന്ന ഈ തായ്ലൻഡുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ഇത്തരത്തിലുള്ള ഇന്റീരിയർ ഏരിയാസിൽ മൊത്തത്തിൽ മ്യാൻമാറിലെ ഗവൺമെന്റിനെതിരായിട്ട് വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഈ റിബൽ ഫോഴ്സസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ റിബൽ ഫോഴ്സസ് ഈ പറയുന്ന മ്യാവഡി എന്ന് പറയുന്ന ഈ പ്രദേശവും പിടിച്ചെടുത്തതായിട്ടുള്ള ഒരു ന്യൂസ് റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രദേശം ഈ മ്യാൻമാർ തായ്ലൻഡ് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കായിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഒരു ടൗൺ ആണ് ഈ മ്യാവഡി എന്ന് പറയുന്നത്. ഇത് തായ് ബോർഡറിൽ നിന്ന് ഈ ടൗണിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ തായ് ബോർഡറിലുള്ള മറ്റൊരു ടൗൺ ആയിട്ടുള്ള മാസോട്ട് എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു മാവോ റിവർ അല്ലെങ്കിൽ താവുങ് ഇൻ റിവർ എന്ന് പറയുന്ന ഒരു റിവറാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ടൗൺ എന്ന് പറയുന്നത് മ്യാൻമാറിനും തായ്ലൻഡിനും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡിംഗ് പോസ്റ്റുകളിൽ ഒന്നാണെന്നും മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.